Good morning all. My name is Adira Raju. I would like to discuss with you about our plus 2 subject business studies. നിങ്ങളുടെ +1 ക്ലാസ്സിൽ വിച്ച് മീൻസ് യുവർ ഫസ്റ്റ് ഇയർ ക്ലാസ് യു ലേൺഡ് അബൌട്ട് ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, international business, domestic business, etc. In this year we have total 13 chapters in business studies which include some advanced points about business studies, which means management, meaning of management, objectives of management, basic principles regard management, business environment, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ആൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, എക്സെട്ര. നിങ്ങളുടെ +1 ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻസ് എന്താണെന്നാണ് മനസ്സിലാക്കിയത്. ആ ബേസിക് ഇൻട്രൊഡക്ഷനിൽ ബിസിനസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത്, ഇൻ്റർനാഷണൽ ബിസിനസ് എന്നാൽ എന്ത്, ഡൊമസ്റ്റിക് ബിസിനസ് എന്നാൽ എന്ത്, എക്സ്പോർട്ട് എന്ത്, ഇമ്പോർട്ട് എന്ത് തുടങ്ങിയ ബേസിക് കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മുടെ സെക്കൻഡ് ഇയറിൽ, അതായത് +2 ക്ലാസ്സിൽ കുറച്ച് അഡ്വാൻസ്ഡ് പോയിൻറ്റ്സ്, ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാനേജ്മെൻറ്റ് എന്നാൽ എന്ത്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്ത്, ഡെഫിനിഷൻ എന്ത്, മാനേജ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന വേരിയസ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് എൻവയോൺമെൻറ്റ്സ് ഏതൊക്കെയാണ് ഉള്ളത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാൽ എന്ത്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാൽ എന്ത്, ഇതൊക്കെയാണ് നമുക്ക് +2 ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട്സ് അവർ ഫസ്റ്റ് chapter, nature and significance of management. Nature and significance of management. ഓർത്തുകൊള്ളുക, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നതും നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആയിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, അതിൻ്റെ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം റിലവൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് മാനേജ്മെൻറ്റിൻ്റെ വേരിയസ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ ലേൺഡ് അബൌട്ട് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളുടെ എല്ലാം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ടു മാനേജ്, മാനേജ് മീൻസ് ടു ആക്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ടു ആക്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ വെരി പോപ്പുലർ ആൻഡ് എ ട്രഡീഷണൽ കോൺസെപ്റ്റ് വിച്ച് ഈസ് അപ്ലൈഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതുമായ ഒരു ടേമാണ്. അതുപോലെ തന്നെ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, നമ്മുടെ എല്ലാം ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർത്തുകൊള്ളുക, മാനേജ്മെൻറ്റ് വി ക്യാൻ സീ മാനേജ്മെൻറ്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് എപ്പോഴും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ കൺസിഡർ ചെയ്ത് നോക്കാം. നമ്മുടെ അമ്മ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ആവശ്യമായ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് തരുന്നുണ്ട്. ആ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മ എന്ന് പറയുന്നയാൾ നമ്മുടെ വീട്ടിലെ ഹൗസ് മാനേജർ എന്ന് തന്നെയാണ് പറയുന്നത്. ഷീ വേക്കപ്പ് അറ്റ് ഏർലി ആൻഡ് ടു മേക്ക് നെസസറി പ്രിപ്പറേഷൻസ് ഫോർ അവർ സാറ്റിസ്ഫാക്ഷൻ. മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ട് വരുന്ന കുക്കിംഗ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് അമ്മ ചെയ്യുന്നത്. ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അമ്മയെ നമ്മുടെ ആ ഫാമിലിയിലെ ഒരു ഹൗസ് മാനേജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോയി ഇൻകം സെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഇൻകം സെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വരുമാനം കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ ഒരു മാസത്തെ ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും നമുക്ക് കിട്ടാനുള്ള ഇൻകത്തിനേക്കാളും കൂടുതലായിട്ട് ഒരു ഫാമിലിയിലും ചിലവുകൾ വരാൻ സാധ്യത ഇല്ല. അപ്പോൾ അവിടെ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർ സത്യം പറഞ്ഞാൽ ഫിനാൻസിനെ മാനേജ്
ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മാനേജ്മെൻറ്റിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരും ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ഒരു ദിവസം സ്കൂളിലോട്ട് വരുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ പോകണം, രാവിലെ 9 മണിയാകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, അതുകൊണ്ട് 8:55 ആകുമ്പോഴെങ്കിലും എനിക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലും എത്തണം എന്നൊരു തിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇന്ന സമയത്ത് എനിക്ക് എഴുന്നേൽക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം, നെസസറി അറേഞ്ച്മെൻറ്റ്സ് അതിന് ചെയ്യണം, ബസ് സ്റ്റോപ്പിൽ ചെല്ലണം, ബസ്സിൽ കയറണം, എനിക്ക് എൻ്റെ കോളേജിൽ എത്തണം. ആക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റ് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആളും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇതൊക്കെയാണ് ഡേ ടു ഡേ ലൈഫിൽ മാനേജ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് കരുതുക. ആ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫെസ്റ്റിവൽ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ എയിം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? യു ഷുഡ് മേക്ക് നെസസറി പ്രിപ്പറേഷൻ ഫോർ ദാറ്റ് അച്ചീവിങ് ദാറ്റ് ഒബ്ജക്റ്റീവ്. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നെസസറി പ്രിപ്പറേഷൻസ് അതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവിടെയും നിങ്ങൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് തന്നെ ആണ്. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർത്തുകൊള്ളാം, എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് അവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും. സിംപ്ലി മീൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് മീൻസ് ടു ആക്ട്, ടു പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് മാനേജ്മെൻറ്റിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് അപ്ലൈ വേറെവർ ദർ ഈസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുവേഴ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടി നിന്ന് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയും മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് ആവശ്യം ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? നിങ്ങൾക്കറിയാം, ബിക്കോസ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്, കൾച്ചർ, എബിലിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെക്കഗ്നേഷൻ എക്സെട്ര. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു coordinate അല്ലെങ്കിൽ it is very difficult to extract work from this individual together at the same point of time. So there is a need for management to coordinate and control all these activities of an individual towards organizational goals. നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, ഒരു ഓർഗനൈസേഷനിൽ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചു കൂടി നിന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാനേജ്മെൻറ്റ് പ്രസൻസ് ആവശ്യമായിട്ട് വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇൻഡിവിജ്വൽസ് എന്ന് പറയും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരുപാട് ഇൻഡിവിജ്വൽസ് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടേസ്റ്റ്, പ്രിഫറൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കൾച്ചർ, അവരുടെ ബിലീഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പല തരത്തിലുള്ളത് ആയിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുവാണെങ്കിൽ അവരുടെ അതാത് കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അതാത് ബിഹേവിയറിൽ നിന്ന് പെരുമാറുകയാണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അവർക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. പകരം അവരവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ആ പേഴ്സണൽ ഇൻട്രസ്റ്റ് എല്ലാം മാറ്റിവെച്ച്, അവരുടെ പേഴ്സണൽ കൾച്ചറെല്ലാം മാറ്റിവെച്ച് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കിനി അതിൻ്റെ ഒരു മീനിങ്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Management means, it means an art of getting things done through the efforts of other people for effectively utilizing scarce resources for the benefit of that organization. മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലുള്ള വിഭവങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കലയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർത്തോണം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, യൂട്ടിലൈസിങ് സ്കേഴ്സ് റിസോഴ്സസ് ബെനിഫിഷ്യലി ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഓർഗനൈസേഷനിലുള്ള വിഭവങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്ന കലയ്ക്കാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് നോക്കുവാനുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, ബിഗ് ഓർ സ്മോൾ ഓർഗനൈസേഷൻ, ദർ ഇസ് എ നീഡ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ കൺസേൺ ആയിക്കോട്ടെ, ഒരു നോൺ കൊമേഴ്ഷ്യൽ കൺസേൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബിഗ് ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സ്മോൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെയെല്ലാം നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ട് ഇൻ ബിസിനസ് കോൺസെപ്റ്റ്, ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി ക്യാൻ സീ മാനേജ്മെൻറ്റ്. ബിസിനസ് കോൺസെപ്റ്റ് മാത്രമല്ല നമ്മളുടെ എല്ലാം പേഴ്സണൽ ലൈഫിൽ പോലും നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് സീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു ലോറൻസ് എ അപ്ലെ എന്ന് പറയുന്ന ഓതറിൻ്റെ ഒരു ഫേമസ് ഡെഫിനിഷനാണ്. According to Lawrence Appel, he is the famous American specialist and organizational theorist. അമേരിക്കൻ ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ലോറൻസ് എ അപ്ലെ എന്ന് പറയുന്ന തിയറിസ്റ്റ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് done through the efforts of other people. ലോറൻസ് എ അപ്ലെ എന്ന് പറയുന്ന അമേരിക്കൻ ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് പറയുന്ന ഡെഫിനിഷനാണ് ഇത്. മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് ലോറൻസ് എ അപ്ലെ എന്ന് പറയുന്ന ഫേമസ് അമേരിക്കൻ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു പോപ്പുലറായിട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. Concept of management is mainly divided into two: traditional concept and modern concept. Concept of management is mainly divided into two: traditional concept and modern concept. In traditional concept we can see that management means it is a thing of getting things done through others, but in modern concept management means it is a technique of getting things done through others and also satisfying their needs and providing opportunity for them for growth and development. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ട്രഡീഷണൽ കോൺസെപ്റ്റും മോഡേൺ കോൺസെപ്റ്റ്. ഈ ട്രഡീഷണൽ കോൺസെപ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെഫിനിഷനിലൊക്കെ കണ്ട പോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് ട്രഡീഷണൽ കോൺസെപ്റ്റിൽ പറയുന്നു. എന്നാൽ മോഡേൺ കോൺസെപ്റ്റിൽ പറയുന്ന കാര്യം മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്നാണ് മോഡേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. സോ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആൻഡ് മോഡേൺ കോൺസെപ്റ്റ്. ട്രഡീഷണൽ കോൺസെപ്റ്റിൽ എന്തായിരുന്നു പറയുന്നത്? ഇറ്റ് ഈസ് ഓഫ് എ ടെക്നിക് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് ട്രഡീഷണൽ കോൺസെപ്റ്റിൽ പറയുന്നു. എന്നാൽ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ എന്താണ് പറയുന്നത്? മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് ഡെവലപ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് മോഡേൺ കോൺസെപ്റ്റിൽ പറയുന്നു. സോ നമ്മൾ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ കോൺസെപ്റ്റ് തന്നെയാണ്. മറ്റുള്ളവരെ കൊണ്ട്
പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണം. ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ദംസെൽഫ് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മോഡേൺ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് നോക്കി. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ നോക്കി. മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് യൂട്ടിലൈസിങ് സ്കേഴ്സ് റിസോഴ്സസ് ബെനിഫിഷ്യലി ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്ന കലയ്ക്കാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിസിനസ്സിൽ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ എല്ലാം ഡേ ടു ഡേ ലൈഫിലും നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാൻ സാധിക്കും. ഈവൻ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കി, നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും നമ്മുടെ കോളേജ് ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ ലൈഫിലാണെങ്കിലും ഈവൻ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അവിടെയെല്ലാം നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാൻ സാധിക്കും. മാനേജ്മെൻറ്റ് ഈസ് അപ്ലൈഡ് വേറെവർ ദർ ഇസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുവേർഡ്സ് സം ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചു കൂടെ നിന്ന് എന്തിനു വേണ്ടിയിട്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും? മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ എല്ലാം ടേസ്റ്റും എബിലിറ്റിയും സ്കില്ലും ടാലൻറ്റും എല്ലാം ഡിഫറെൻറ്റ് ആയിരിക്കും. അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പം എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാതെ അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് എ നീഡ് ഫോർ മാനേജ്മെൻറ്റ് ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് ഗൈഡിങ് ദ എഫേർട്സ് ഓഫ് ദീസ് പീപ്പിൾ ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇതൊക്കെയായിരുന്നു ബേസിക് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് യൂട്ടിലൈസിങ് സ്കേഴ്സ് റിസോഴ്സസ് ബെനിഫിഷ്യലി ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആണ് അത്. മീനിങ് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എഴുതണം. ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടി എടുക്കുന്ന കലയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിന് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അല്ലെങ്കിൽ ഒരു കലയാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും മാനേജ്മെൻറ്റിനെ ഒരു കലയാണ് എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇവരുടെ എല്ലാം നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടേസ്റ്റും പ്രിഫറൻസും ആറ്റിറ്റ്യൂഡും സ്കില്ലും എല്ലാം ഡിഫറെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഡക്ഷൻ ഹെഡ് കാണും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ കാണും. ആ പ്രൊഡക്ഷൻ മാനേജറുടെ അണ്ടറിലായിരിക്കും ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ എംപ്ലോയീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്നത് അവരോട് ചെയ്യണം, ഇന്നത് അവരോട് ചെയ്യരുത്, എത്രയാണ് അവരുടെ ടാർഗറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി പ്രൊഡക്ഷൻ മാനേജറുടെ ആയിരിക്കും. അങ്ങനെ ആ പ്രൊഡക്ഷൻ മാനേജർക്കുള്ള ആ ഒരു സ്കില്ലിനെ അല്ലെങ്കിൽ ആ ഒരു കലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിക്കാണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എബിലിറ്റി ഇല്ലാത്ത ഒരു മാനേജർക്ക് ഒരിക്കലും തങ്ങളുടെ കീഴിലുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി. ലോറൻസ് എ അപ്ലൈ എന്ന് പറയുന്ന ഫേമസ് അമേരിക്കൻ ഓതർ അല്ലെങ്കിൽ അമേരിക്കൻ ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനാണ് നമ്മൾ നോക്കിയത്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോറൻസ് എ അപ്ലൈ എന്ന് പറയുന്ന ഫേമസ് അമേരിക്കൻ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് പറയുന്നു. പിന്നെ നമ്മൾ നോക്കിയത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആൻഡ് മോഡേൺ കോൺസെപ്റ്റ്. ഇൻ ട്രഡീഷണൽ കോൺസെപ്റ്റ് മാനേജ്മെൻറ്റ് മീൻസ് എ ടെക്നിക് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ
others. മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ മാത്രമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് ട്രഡീഷണൽ കോൺസെപ്റ്റിൽ പറഞ്ഞു. എന്നാൽ in modern concept, management means a technique of getting things done through others and providing them for growth and development and also satisfy their needs. മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയും കൂടെയാണ് മോഡേൺ കോൺസെപ്റ്റിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളോട് എക്സാം പർപ്പസിൻ്റെ ഒരു കാര്യമാണ്. എക്സാം പർപ്പസ് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഡിഫൈൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രം എഴുതി വെച്ചതുകൊണ്ട് അവിടെ മാർക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ എഴുതുന്നതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മീനിങ്ങോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇന്നതൊക്കെയാണോ എന്നും പറഞ്ഞ് 1-2 സെൻറ്റൻസും കൂടെ അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ ലെറ്റ് us conclude. Today I am discussing with you about what is management, its definition and also concept of management. We will continue our next topic in next class. Thank you.